പ്രിയമുള്ളവരെ, ഇന്ന് മറ്റൊരു വീഡിയോ ആണ്. സൗദിയിലെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സൗദിയിലെ പ്രമുഖ ബാങ്കിങ് ശൃംഖലയായ അൽറാജി ബാങ്കിൽ ഓൺലൈനിലായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയർ വിശദീകരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സൗദി അറേബ്യയിൽ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രേഖകൾ വാലിഡും അപ്ഡേറ്റഡുമാണ് എന്ന് ആദ്യം ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. ഇതില്ലാത്ത പക്ഷം നമുക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള നമ്മുടെ രേഖകളെല്ലാം വാലിഡും അപ്ഡേറ്റഡും ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ പോയി അൽറാജി ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റായി. ഇപ്പോൾ കാണുന്ന ഓപ്പൺ എന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അൽറാജി ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ആദ്യം കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ഓക്കെ അടിക്കുക. വീണ്ടും വരുന്ന എനാബിൾ ലൊക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുക. ശേഷം വരുന്ന വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നമ്മൾ ഓക്കെ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ കാണുന്ന ബട്ടൺ നെക്സ്റ്റ് അടിച്ച് പോവുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നെത്തുമ്പോൾ അത് നമ്മൾ ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പുതിയൊരു ടാബ് ഓപ്പൺ ആയി വന്നു. അതിൽ ഫസ്റ്റ് കാണുന്ന ലോഗിൻ അത് നമ്മൾക്കുള്ളതല്ല. അത് ആൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബിക്കം എ മെമ്പർ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പുതിയൊരു ടാബ് വന്നിട്ടുണ്ട്. അതിലാദ്യം നമ്മുടെ മൊബൈൽ നമ്പർ അബ്ഷറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ നമ്മുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന ടാബ് ഈ കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി ടിക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അൽറാജി ബാങ്കിൽ നിന്ന് വന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മുടെ പ്രൊഫഷൻ എൻ്റർ ചെയ്യുക. ഇമെയിൽ, നമ്മുടെ സോഴ്സ്, സാലറി ആയിരിക്കും. നമുക്ക് എത്ര മന്ത്ലി വരുന്നുണ്ട്, സാലറി വരുന്നത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനിയുള്ളത് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നഫാദിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണം. അവിടേക്കൊരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവും. ആ കാണുന്ന നമ്പർ നമ്മൾ നഫാദിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ നമ്പർ നമ്മൾ വെരിഫൈ ചെയ്യുക. ഈ ടാബിൽ നമ്മൾ കാണുന്നത് നമ്മൾ സൗദി നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്മൾ അഡ്രസ്സ് ഡീറ്റെയിൽസാണ്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ മാരീഡ് എന്നും അല്ലാത്തവർ സിംഗിൾ എന്നും സെലക്ട് ചെയ്യുക. ഈ ടാബിൽ നിന്ന് നമ്മൾ ജനിച്ച രാജ്യം ആ കൺട്രി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. സിറ്റി എന്നുള്ളിടത്ത് നമ്മൾ ജനിച്ച സിറ്റി അതും എൻ്റർ ചെയ്യുക.
ഇവിടെ നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് ടാക്സ് പേ ചെയ്യുന്നവരാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ നോ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസർ ID നമ്മൾ ടൈപ്പ് ചെയ്യുക. താഴെ നമ്മൾ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിന് താഴെ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം കൺഫേം ബട്ടൺ അടിക്കുക. നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള സോഫ്റ്റ് പിന്ന് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടെ ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ടെലിഫോൺ കോളിനുള്ള റിക്വസ്റ്റാണ്. ഇവിടെ പ്രൊസീഡ് എന്ന് അടിക്കുക. ഇവിടെ ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ടെലിഫോൺ കോളിനുള്ള റിക്വസ്റ്റാണ്. ഇവിടെ പ്രൊസീഡ് എന്ന് അടിക്കുക. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ IBAN നമ്പർ, QR കോഡ്, അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് താഴെ കാണുന്ന ഷെയർ എന്നുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഷെയർ ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം പ്രിൻ്റ് എടുക്കുകയോ ഫോർവേഡ് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്.